ഗൈസ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം പറഞ്ഞു തരട്ടെ. ഞാൻ തിയേറ്ററിൽ നല്ല ഫിലിമുകളൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പഴയ കാലത്തെ ഫിലിമുകൾ കാണാറുണ്ട്. അത്തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫിലിമിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറുക്കൻ്റെ കല്യാണം. 1982 സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രവും കൂടിയാണ് കേട്ടോ കുറുക്കൻ്റെ കല്യാണം. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.5 മണിക്കൂർ നേരം കോമഡി ഡ്രാമയാണ്. അതിലുപരി പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രി ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ഭൂമിയിലേ ഇല്ലാത്ത അനേകായിരം മലയാളം ആക്ട്രസ് ആക്ട് ചെയ്ത ഫുള്ളി ഫണ്ണായിട്ടുള്ള ഒരു കോമഡി ഫിലിമാണ് കേട്ടോ. ഫിലിമിൽ മെയിൻ വേഷത്തിലെത്തുന്നത് നമ്മുടെ സുകുമാരനാണ്. സുകുമാരനുണ്ട്, അതുപോലെ തന്നെ ബഹദൂറുണ്ട്, ജഗതി ശ്രീകുമാറുണ്ട്, മാധവിയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനേകം ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതുപരി നമ്മുടെ ലാലേട്ടനും കൂടി ഇതിലൊരു വേഷത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഫിലിമിന്റെ കഥാപശ്ചാത്തലം എങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ കഥാപശ്ചാത്തലം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ടോട്ടലി ഒരു ഫണ്ണായിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിന്റെ കഥ ഇങ്ങനെയാണ്. ഒരു പൂജാരിയായ അച്ഛൻ്റെ മകനാണ് സുകുമാരൻ. തൻ്റെ നാട്ടിൽ അച്ഛനെ സഹായിച്ചിരിക്കുമ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിലേക്ക് വരികയും സിറ്റിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലിയെ പറ്റിയൊക്കെ അദ്ദേഹത്തോട് പറയും. അങ്ങനെ അദ്ദേഹം ഈ വീട്ടിലെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം സിറ്റിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സിറ്റിയിൽ അദ്ദേഹം ജീവിക്കാനുള്ള, സർവൈവ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, സിറ്റി ആയിട്ട് ഇണങ്ങിച്ചേരാനുള്ള സമയം എടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രണയവും അതുപോലെ തന്നെ എന്താ പറയുക, ഫേക്ക് റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഫൺ മൂമെന്റ് പൊതിഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുറേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന കട്ട് സീൻസ് ഉണ്ടാവുമല്ലോ, അത്തരത്തിൽ പല കട്ട് സീൻസും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. കട്ട് സീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ചിരിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഈ ഫിലിമുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ക്ലിപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറേ ഫൺ മൂണ്ട്. ജഗതി ശ്രീകുമാറിന്റെ പഴയ കാല കോമഡികൾ, പിന്നെ അതുപോലെ തന്നെ സുകുമാരന്റെ കോമഡികൾ, ബഹദൂർ, അങ്ങനെ ഒരു ഫണ്ണായിട്ടില്ല. 90s കാലഘട്ടത്തിലെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓർമ്മകൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം പണ്ടത്തെ ടൗണ്, ബസ്, പിന്നെ എന്താ പറയാ, നമ്മുടെ നാടുംപുറം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അവരുടെ വസ്ത്രരീതി. ഞാൻ ഇത്തരത്തിൽ പഴയ ഫിലിം കാണുമ്പം ഇവരുടെ വസ്ത്രരീതി നോക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്, ബസ്, കവലകള്, മിനിമം ഓട്ടോറിക്ഷ വരെ ഞാൻ നോക്കാറുണ്ട്. കാരണം വെച്ചാൽ ഒരു നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു ഫീലോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അതിലുപരി നമ്മളെ കുറേ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ തിയേറ്ററിലൊന്നും നല്ല ഫിലിമില്ല, നിങ്ങൾക്ക് നല്ലൊരു ഫിലിം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുറുക്കൻ്റെ കല്യാണം എന്നുള്ള ഫിലിം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് കേട്ടോ. 2.5 മണിക്കൂറില്ല, 2 മണിക്കൂറിലെ ഒരു പൊളി ഡ്രാമയാണ്. അപ്പോൾ നിങ്ങൾ ഫിലിം കാണുക, എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടും. ഇത്തരത്തിൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല പഴയകാല ഫിലിമുകൾ ഞാൻ വീണ്ടും ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.